ഹായ് ഗൈസ്, അപ്പോൾ വീക്കെൻഡ് ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങള് ഒരുപാട് നാളായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. അപ്പം ഈ ഒരു യാത്ര ഞങ്ങളൊരു ചെറിയൊരു വ്ലോഗ് പോലെ ചെയ്യാന്ന് ഓർത്തു. ഒരുപാട് നാളുകൾക്ക് ശേഷം. അതെ. അപ്പൊ ഞങ്ങളിതേ ഇപ്പൊ കൊച്ചിന്റെ സാധനമൊക്കെ എടുത്ത്, ചില്ലറ സംഭവമല്ല, കൊച്ചിന്റെ സാധനമൊക്കെ എടുത്ത് വെച്ച് ഒരു ചെറിയൊരു യാത്ര പോണെങ്കിൽ തന്നെ നമ്മള് നല്ല രീതിയിൽ പാടാം. എല്ലാ പാലും പാമ്പറും ഫ്ലാസ്കില് ചൂടുവെള്ളവും എല്ലാം ആയിട്ട് വേണം പോകാനായിട്ട്. അല്ല, റെഡി അല്ലേ? ഡീൽ. അപ്പൊ നമുക്ക് ആ വീട്ടിലോട്ട് പോവാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇവിടുന്ന് ഇപ്പോൾ കാണിക്കുന്നത് ഒരു 1 hour കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് പോകുന്നു. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്, 20 മിനിറ്റ് നടക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നേരെ പോകുന്നു. അപ്പോൾ റെഡിയല്ലേ? റെഡി. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ A1 എന്ന് പറഞ്ഞ റൂട്ടിൽ നിന്ന്, ഡബ്ലിൻ റോഡിൽ നിന്ന് നമ്മൾ വേറൊരു വഴിയിലോട്ട് കയറിയിരിക്കുകയാണ്. ഈ വഴിയിൽ 60 മൈൽ സ്പീഡ് എന്നാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്കൊരു 40 മൈൽ സ്പീഡിൽ പോലും പോകാൻ പറ്റത്തില്ല. കാരണം അത്രയും ചെറിയ വഴികളും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വണ്ടിയും വരുന്നു. ഇതുപോലെ ഇങ്ങനെ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ച് വേണം. നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലുള്ള ചെറിയ വഴി കൂടെയൊക്കെ ഭയങ്കര ശ്രദ്ധിച്ച് വേണം ഓടിക്കാനായിരുന്നു കേട്ടോ. നോർത്ത് ഐലൻഡിൽ സമ്മർ ആയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ ഓരോരോ ഡെസ്റ്റിനേഷനിൽ ചെല്ലുമ്പോഴും നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് കേട്ടോ. സമ്മറിൽ നമ്മൾ ഈ ട്രാവൽ ചെയ്തതിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്, നിങ്ങൾക്ക് കയറി കാണാം. UK പല ഭാഗത്തു നിന്നുള്ള കാണുന്ന ആൾക്കാരാണെങ്കിലും മനസ്സിലാവും. ഫെറിയിൽ വരുന്നതും അതുപോലെ തന്നെ ഈ നോർത്ത് ഐലൻഡിലുള്ള ഓരോരോ സ്പോട്ടുകളിൽ ഞങ്ങൾ പോയതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും എല്ലാം. ഇവരുടെ വഴിയും പ്രത്യേകതയാണ്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നല്ല നാരോ റോഡാണ്. അതായത് മറ്റേ നമ്മുടെ വാഗമൺ, മൂന്നാർ റൂട്ടൊക്കെ ഓടിക്കുന്ന ആ ഒരു സ്റ്റൈലാണ്. അത് നോക്കി, ഒരു അടിപൊളി ബിൽഡിംഗ് നോക്കി, സൂപ്പർ ബിൽഡിംഗ് അല്ലേ. ഇത് എനിക്ക് തോന്നുന്നു കോസ്റ്റൽ റൂട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. കോസ്റ്റൽ റൂട്ടിലോട്ട് പോകുന്നൊക്കെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. വേറെ അടിപൊളി സൂപ്പറാണ് കേട്ടോ ഇതിലെ വണ്ടി ഓടിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ ഒരു വ്യൂ ആയിരിക്കും നമ്മൾ ഈ ചെല്ലുന്ന ടോപ്പിൽ നമുക്ക് കിട്ടുന്നത്. ഈ വലിയൊരു മല കണ്ടോ, ഈ മലയുടെയൊക്കെ മുകളിലാണ് നമ്മൾ ചെല്ലുന്നത്. ഇപ്പം നമ്മൾ ആ ഒരു കൊഡാക് കോർണറിൻ്റെ ഒരു പാർക്കിംഗ് സ്പേസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്കൊരു എൻട്രൻസ് കാണാം, അതുപോലെ പാർക്കിംഗ്, വേറൊരു പാർക്കിംഗ് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. പക്ഷേ ആ പാർക്കിങ്ങിലല്ല നമ്മൾ പാർക്ക് ചെയ്യേണ്ടത്. അവിടുന്ന് നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് കയറി പോകണം. മുകളിലോട്ട് 1 മൈലിനടുത്ത് പോകാനുണ്ട്. അത് നല്ല കുത്തനെയുള്ള കയറ്റമാണ്. വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഓടിക്കാനായിട്ട്. ചെറിയ റോഡുമാണ്, പക്ഷെ 1 വേ ആണ്. നമുക്ക് കുഴപ്പമൊന്നുമില്ല, നൈസായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. അങ്ങനെ നമ്മൾ ആ മെയിൻ പാർക്കിങ്ങിലോട്ടാണ് ചെല്ലേണ്ടത്. ഇപ്പോൾ നമ്മൾ കാർ പാർക്കിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ബാരിക്കേഡ് നിങ്ങൾ കാണുന്നില്ലേ, ഇത് കാണുമ്പോൾ നിങ്ങൾ വണ്ടി നിർത്തിയാൽ മതി. ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. നോക്കി, നമ്മൾ കൊഡാക് വ്യൂ പോയിന്റ് എന്നുള്ള സെറ്റപ്പിലാണ് നമ്മൾ വരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ പേരൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. പക്ഷേ സെയിം ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. സെയിം മാപ്പ് നോക്കി പോയാൽ മതി. നമ്മളിവിടെയാണുള്ളത്, നമുക്ക് ചെല്ലേണ്ടത് ഇവിടെയാണ്. ആ ലൊക്കേഷൻ എല്ലാം അതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അതിനകത്ത് വീഡിയോ എടുത്തതിനകത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം പേര് കണ്ട് തെറ്റിദ്ധരിക്കണ്ട. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ്. ഇതുകൊണ്ടോ, ഈ ബിഗ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഈ വഴിയാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ നിങ്ങൾ, ഞാൻ ഇതിൽ പിക്ചർ കൊടുത്തേക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മൗണ്ടൻ സേഫ്റ്റി ഹെൽപ്പ് യു, അതായത് സേഫ്റ്റിയുടെ എന്തൊക്കെ മെഷർമെൻറ്റുകൾ വേണം, അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മളങ്ങ് പോകുന്ന ട്രക്ക് ചെയ്ത് പോകുന്ന വഴിക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും അപകട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി. ഇവർ അവരുടെ സജ്ജീകരണങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ
ഇവിടെ കാണിച്ചിട്ടുണ്ട് ഫുഡ് സ്റ്റെപ്പ് നോക്കി നടന്നു പോകുക. അതുപോലെ തന്നെ നമ്മുടെ ആ സ്റ്റോണാണ് അടുത്ത പോയിന്റ്. പിന്നെ അതുപോലെ ഫോട്ടോസ് ലൊക്കേഷനൊക്കെ ഇപ്പോൾ പ്രോപ്പറായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ഓരോരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോരോ സ്റ്റിക്ക് ഇതുപോലെ തന്നെ അവർ കുത്തി വെച്ചിട്ടുണ്ട്, ഓരോ നാവിഗേഷൻ. ഇത് ഈ ബിഗ് സ്റ്റോൺ ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഇനി ഇങ്ങോട്ട് പോകുന്നത്. താഴത്ത് 2 വഴിയായിട്ട് കാണാം, 2 അല്ല 3 വഴിയുണ്ട്. പക്ഷെ നമ്മൾ നേരെ താഴെ റൈറ്റിലോട്ട് പിടിച്ച് പോവുക. ബിഗ് സ്റ്റോൺ ആരോ കാണിച്ചിട്ടുണ്ട്, അങ്ങോട്ടാട്ടോ പോകുന്നത്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പക്ഷേ എടുത്തോണ്ട് നടക്കാൻ ഇഷ്ടപ്പാട്. നമുക്ക് നടക്കത്തില്ല സാറാണ്. നല്ല തെളിഞ്ഞ് നിൽപ്പുണ്ട്, കാണിച്ചിട്ട് നോക്കി. അപ്പോൾ നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റുന്നു പ്രതീക്ഷിക്കുന്നു. നടപ്പെന്ന് പറഞ്ഞാൽ ചെറിയ നടപ്പല്ല കേട്ടോ, ഒരു 20 മിനിറ്റുള്ള അരമണിക്കൂർ കൊണ്ടുള്ള നടപ്പാണ്. പക്ഷേ നല്ല വ്യൂസൊക്കെ കണ്ട് അടിപൊളിയായിട്ട് പോവാം. പിന്നെ ചെറിയ കയറ്റങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്ക്, സൂപ്പറാണ്. കൊച്ചിനെയും ബാഗും എല്ലാം ആയിട്ട് അല്ലേ നടക്കുമ്പോൾ നല്ല മടുപ്പുണ്ട്. പിന്നെ വലിയ കയറ്റമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇരിക്കാനായിട്ട് നല്ല അടിപൊളി സീറ്റിംഗ് ഒക്കെ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല വ്യൂ ഒക്കെ കണ്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ച് നൈസായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇനിയോട്ട് കുറച്ചുകൂടി ഉണ്ട് നടക്കാനായിട്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള വ്യൂ ഒക്കെ ഉണ്ട്. നമ്മളവിടം വരെ എത്തി, റോക്കിൻ്റെ അവിടം വരെ എത്തി. അവിടെ റോക്ക് കാണുന്നുണ്ട്, നമ്മൾ നേരത്തെ കാണിച്ച റോക്കാണത്. ഇനിയിപ്പോൾ അവിടുന്ന് റോക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടൊരു വഴി കാണിക്കും. നമ്മൾ ചൂസ് ചെയ്യേണ്ട വഴി ഈ വഴിയാണ് കേട്ടോ. ഇവിടെ നേരെ അങ്ങോട്ട് കിടക്കുന്ന വഴിയാണ്, നോക്ക് കണ്ടോ, അങ്ങോട്ട് കിടക്കുന്ന വഴിയാണ് യൂസ് ചെയ്യണ്ടേ. നമ്മളങ്ങോട്ട് നടക്കുവാണേ. ഈ വഴി കുറച്ച് കല്ലൊക്കെ ഇട്ടുള്ള റഫായിട്ടുള്ള റോഡാണ്. വരുമ്പോൾ സൂക്ഷിച്ച് നടക്കാൻ ശ്രമിക്കണം. അതുപോലെ നിങ്ങൾ സേഫ്റ്റി ഷൂ മീൻസ് എന്തെങ്കിലും ഷൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വരാൻ കുറച്ച് നല്ലതായിരിക്കും. കാരണം ലൈറ്റായിട്ടുള്ള ഗ്രിപ്പുള്ള ഷൂസൊക്കെ ഇട്ടുകൊണ്ട് വരാൻ നല്ലതായിരിക്കും. ഹൈക്കിംഗ് ഷൂസ് എന്തെങ്കിലും. പിന്നെ ലൈറ്റായിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഇട്ടുകൊണ്ട് വരുവാണെങ്കിൽ അതുകൊണ്ട് ഇതുപോലെ കൂർത്ത് വയ്ക്കുന്ന കല്ലുകളൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കണം. തന്നെ നല്ല അടിപൊളി ഒരു വ്യൂ കാണാം കേട്ടോ. നമ്മുടെ സൂര്യൻ്റെ അവിടെ തെളിഞ്ഞ് നിൽപ്പുണ്ട്. അണ്ണൻ താന്ന് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് പോകത്തുള്ളൂ. ചെറിയ കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ സാറാമ്മയുടെ ക്യാപ്പ് വന്നിട്ട് കേട്ടോ. അപ്പം നടന്ന് വൺസ് ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളുക, നിങ്ങൾ കറക്റ്റ് റൂട്ടിലാണ്. ഈ ഒരു സ്റ്റാൻഡ് നോക്കിക്കോളുക. ഇതുപോലെ തന്നെ അവിടെ ഒരു സ്റ്റാൻഡുണ്ട്. ഇവിടെയാണ് കറക്റ്റ് റൂട്ടിലാണ്. നിങ്ങൾ ഇവിടെ നേരെ പോകണം. ഓക്കെ, നമ്മൾ വാഗമൺ, കുരിശുമല, മലയാറ്റൂർ പള്ളിയൊക്കെ പോയിട്ടില്ലേ, ആ ഒരു കയറ്റവും ഇറക്കമൊക്കെയാണ് ഈ യാത്രയിലൂടെ നീളെ നമുക്ക് കാണാൻ പറ്റുന്നത്. തിരിച്ചു വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല. സൺസെറ്റ് അല്ലേ നമ്മൾ കാണാൻ പോകുന്നത്, അപ്പോൾ ഡാർക്ക് ആയിരിക്കുമോ എന്താവോ അറിയില്ല. ഈ ഒരു വ്യൂ പോയിന്റ് കണ്ട് നമ്മളിങ്ങനെ നടന്ന് കയറി വരുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു പോയിന്റിലെത്തും. ഈ ഒരു പോയിന്റിൽ അപ്പോൾ ഈ ഒരു നമ്മളൊരു ഹൈക്കിംഗ് ഒക്കെ ചൂസ് ചെയ്ത് വരുന്നവരാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി ചൂസ് ചെയ്യാം. അതല്ല നമുക്കൊരു ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഒരു നിരപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ നടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു വഴി ചൂസ് ചെയ്യാം. ഫോറസ്റ്റിലൂടെ പോകുന്ന ഒരു പ്രതീതി വരും. അപ്പം നമുക്ക് ഈ വഴി ചൂസ് ചെയ്യാം. നമുക്ക് നമ്മളിപ്പോൾ വാഗമൺ പൈൻമരക്കാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നോർത്തേൺ ഐലൻഡിലെ പൈൻമരക്കാടിലൂടെ നടപ്പ്. ഇപ്പോൾ നല്ല കിടിലൻ വ്യൂ ആണ്. വ്യൂ കണ്ടൊക്കെ നമുക്ക് നടക്കാം. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇരിക്കാം, അതായത് റെസ്റ്റ് എടുക്കാനായിട്ട് സ്ഥലമുണ്ട്, ഉണ്ട്. സുഖകരമായിട്ടുള്ള യാത്രയല്ല, പക്ഷേ നല്ല വേർത്തായിട്ടുള്ള വ്യൂ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞു. സാറാമ്മയുടെ ലൈഫിൽ സാറാമ്മ ആദ്യമായിട്ട് കാണാൻ പോകുന്ന സൺസെറ്റ് ആട്ടോ. ഇവിടെ ഉറക്കം വരുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഈ പൈൻമരക്കാടിൻ്റെ അകത്തൂടെ ഉള്ളത് ഈ ഒരു വഴി കൂടെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റിലാണ് എത്തുന്നത്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് സൺസെറ്റും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഇവിടുന്ന് വേറൊരു വ്യൂ പോയിന്റാണ് നിങ്ങളെ കാണിച്ചിരുന്നത്. ഇപ്പം കൊടൈക്കനാൽ എന്ന് പറഞ്ഞ ഒരു ലൊക്കേഷൻ കാണിക്കുമ്പോൾ ഈ ഒരു വ്യൂ പോയിന്റാണ് മെയിനായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഇതിലും നല്ല അടിപൊളിയായിട്ട് സൺസെറ്റ് കാണാൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് ഞാൻ കാണിച്ചിരുന്നത്. ഈ ഒരു മരം മറിഞ്ഞ് കിടക്കുന്നുണ്ടോ? ഈ ഒരു മരം മറിഞ്ഞ് കിടക്കുന്നതിൻ്റെ ഇടയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ, മേളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വ്യൂ പോയിന്റിലെത്താൻ പറ്റും. അതായത് ഇവിടുന്ന് നേരെ നടന്ന് ഈ ഒരു മരം മറിഞ്ഞ് കിടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നടക്കാനായിട്ട്. കുറച്ച് റഫായിട്ടുള്ള റോഡാണ്, വഴിയെന്നൊന്നും പറയാനില്ല. അപ്പോൾ നമ്മളിവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നേരെ അങ്ങനെ കയറി പോകും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ചെന്ന് നല്ല കിടിലൻ വ്യൂ ആണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് പോകാം. അപ്പോൾ ദേ അങ്ങോട്ട് നമ്മൾ നടക്കുക കേട്ടോ. ഡീൽ ഡീൽ. ഒരു കുത്തനെയുള്ള കയറ്റം കേട്ടോ. അതിങ്ങനെ കയറി ഇവിടെ വന്നു. ഇനി ഇവിടുന്ന് ഇതിൻ്റെ മേളിലാണ് ആ സ്പോട്ട് കേട്ടോ. വായോ. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ കാണാം. പക്ഷേ ഇവിടെ നിന്നാലും നല്ല അടിപൊളിയായിട്ടൊരു 180 ഡിഗ്രിയിലുള്ളൊരു വ്യൂ കാണാം. അപ്പം നമുക്കത് കണ്ടു നോക്കാം. നമ്മളെ കൂടെ പറയാൻ സമ്മതിപ്പിക്കുന്നില്ല കേട്ടോ. കേട്ടോ കേട്ടോ കേട്ടോ. ഇത് സംഭവം എന്ന് വെച്ചാൽ കുറച്ച് നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച് വേണം വരാനായിട്ട്. സൂര്യൻ തെളിഞ്ഞ് നിൽക്കുവാണെങ്കിലും നല്ല തണുത്ത കാറ്റുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ ജാക്കറ്റും ഒക്കെ ആയിട്ട് വന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെ ചെറിയ സ്നാക്സും ഇതൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇച്ചിരി കാപ്പിയൊക്കെ ആയിട്ട്, ഞങ്ങൾ കുറച്ച് കാപ്പിയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് കുടിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. എന്നാലും നമ്മൾ കുറച്ച് നേരത്തെ വരാൻ നോക്കാം. നേരത്തെ വരുവാണെങ്കിൽ കുറച്ച് ടൈമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ കിടിലൻ വ്യൂ ആണ്, നല്ല രസമാണ്, ഒരു രക്ഷയില്ല. എത്ര നടന്നതിൻ്റെ ഒരു വർത്താണ് ഇവിടെ നടന്നു വരുന്നതിൻ്റെ ഒരു വർത്താണ് സംഭവിക്കും. അപ്പോൾ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സുകളെല്ലാം നിങ്ങൾ നോക്കിയിട്ട് ആ ഒരു രീതി വരുവാണെങ്കിൽ കറക്റ്റായിട്ട് ഈ ലൊക്കേഷനിലെത്തും. ഓരോ ഡീവിയേഷൻസ് ഉണ്ട്, അത് അനുസരിച്ചിട്ട് വന്നാലേ നമുക്ക് ഈ ഒരു കറക്റ്റ് പോയിന്റ് വ്യൂ പോയിന്റിൽ നമ്മൾ എത്താൻ പറ്റും. പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റു രീതിയിൽ കൂടെ എത്താൻ പറ്റും. പക്ഷെ കുറേ നിങ്ങൾ നടക്കാനുണ്ട്. അപ്പോൾ നമ്മളെ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും പിള്ളേരും ഒക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒരുപാട് ചുറ്റി കറങ്ങണം വരാനായിട്ട്. ഇതിപ്പോൾ ഇത് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വേ ആണ് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരെ സൺസെറ്റ് കാണാം. സൺസെറ്റ് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇത്ര ഒരു അടിപൊളി സംഭവം, ഈ ഒരു സീനറി എന്നിട്ട് ഇതുപോലൊരു സൺസെറ്റ് കാണാൻ പറ്റുന്നൊരു ഭാഗ്യമാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും ചുമ്മാ വന്നിട്ടൊരു ദിവസം ഒരു ഈവനിങ് വന്നിട്ട് സ്പെൻഡ് ചെയ്യുക. നൈസ് അടിപൊളി വൈബാണ് അല്ലേ. സണ്ണതേ താന്നിരിക്കുകയാണതേ, സൺസെറ്റായി. ഇനി ഫുള്ള് പയ്യെ ഇരുട്ടാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ പയ്യെ ഇറങ്ങുവാണ്. ഇനി മല ഇറങ്ങി ഞങ്ങൾ പഴയ ഞങ്ങളുടെ പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. വണ്ടി എടുത്തുകൊണ്ട് നേരെ തിരിച്ചല്ലേ. ഞങ്ങൾ ആദ്യം ഓർത്തത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് പിന്നെ ഇവിടെയെങ്കിലും വെട്ടം കാണത്തില്ലായിരിക്കും, ഭയങ്കര ഇരുട്ടായിരിക്കും എന്നാണ്. പക്ഷേ ഇത് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് തിരിച്ച് പാർക്കിങ്ങിൽ എത്തുമ്പോൾ വരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിന് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് നല്ല വെട്ടമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഈ വീഡിയോ ഫുള്ള് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരോടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.